ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും സഹോദരൻ സാം സോളമൻ ബഹറിൻ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്നത്തെ ചെറിയ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ക്രിസ്തുയേശുവിൽ ഓരോ വിശുദ്ധനെയും വന്ദനം ചെയ്യുവിൻ. എന്നോട് കൂടെയുള്ള സഹോദരന്മാർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. വിശുദ്ധന്മാർ എല്ലാവരും, വിശേഷാൽ കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഫിലിപ്പിയിലെ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതി അതിലൂടെ പരിശുദ്ധാത്മാവിനാൽ എല്ലാ പ്രബോധനങ്ങളും നൽകിയ ശേഷം ലേഖനത്തിൻ്റെ അവസാന ഭാഗം അവരെ വന്ദനം ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സകല വിശുദ്ധന്മാരെയും വന്ദനം ചെയ്യുവാനാണ് പൗലോസ് ഫിലിപ്പിയ വിശ്വാസികളോട് പറയുന്നത്. ആദിമ സഭകളിൽ വിശ്വാസികൾ കൂടി വരുമ്പോഴും പരസ്പരം കാണുമ്പോഴും വന്ദനം ചൊല്ലുക പതിവായിരുന്നു. അത് നമുക്കും അനുകരണീയമായ ഒരു മാതൃക തന്നെയാണ്. ഇവിടെ നമുക്കൊരു പ്രത്യേകത കാണുവാനായിട്ട് കഴിയും. വന്ദനം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ കൈസരുടെ അരമനയിലുള്ളവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ന്യായമായി ചിന്തിക്കാം, കൈസരുടെ അരമനയിലും ഒരു കൂട്ടം വിശുദ്ധന്മാർ ഉണ്ടായിരുന്നു എന്ന്. റോമിലെ ചക്രവർത്തിമാരെ പൊതുവിൽ വിളിച്ചിരുന്നത് കൈസർ എന്നായിരുന്നു. പൗലോസ് പറഞ്ഞ കൈസർ നീറോ ചക്രവർത്തി ആയിരുന്നു എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. സാക്ഷാൽ നീറോയുടെ അരമനയിലും ഈ സത്യസുവിശേഷം വെളിച്ചം വീശിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൈസരുടെ അരമനയിൽ ഉള്ളവർ എന്ന് പൗലോസ് പറയുമ്പോൾ അപ്പോസ്തലൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ആരെല്ലാമായിരുന്നു എന്നും അതിൽ എത്ര പേരുണ്ടായിരുന്നു എന്നും നമുക്ക് കണക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം നമുക്ക് അനുമാനിക്കാം, അവിടെ കുറച്ചുപേർ കർത്താവിങ്കിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവരായിരുന്നു. അവർ ചിലപ്പോൾ അവിടുത്തെ ഭൃത്യന്മാരോ ഉദ്യോഗസ്ഥന്മാരിൽപ്പെട്ടവരോ ആയിരിക്കാം. കൈസരുടെ അരമനയിലെ വിശുദ്ധന്മാർ എന്ന പ്രയോഗത്തെക്കുറിച്ച് ഉയരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുക വിഷമമാണെങ്കിലും അവിശ്വാസത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന ആ വലിയ കോട്ടയ്ക്കകത്തേക്കും സുവിശേഷം കടന്നു ചെന്നു എന്നത് വിസ്മയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. നീറോ ചക്രവർത്തിയെപ്പറ്റി നമുക്കറിയാം. അദ്ദേഹം ഒരു ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. അവൻ ദുർനടപ്പിൻ്റെ പര്യായമായിരുന്നു. അവൻ്റെ അരമനയും അതുപോലെ ആയിരിക്കുമെന്ന് ഊഹിക്കുവാൻ പ്രയാസമില്ല. എങ്കിലും ആ ഇരുട്ടിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ദുഷ്ടതയുടെയും മധ്യത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം അവിടെ വേരൂന്നി ഫലം പുറപ്പെടുവിച്ചു. കൈസരുടെ അരമനയിലെ വിശുദ്ധന്മാർ നമ്മെ ഇവിടെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ആ സാഹചര്യത്തിലുള്ള ആളുകളിലേക്ക് സുവിശേഷം എത്തുമെങ്കിൽ ഏത് സാഹചര്യത്തിലുള്ള ആളുകളിലേക്കും സുവിശേഷത്തിന് എത്തുവാൻ ശക്തിയുണ്ട്. വിശ്വസ്ത ക്രിസ്ത്യാനികളായി ജീവിക്കുവാൻ ഏത് സാഹചര്യമായിരുന്നാലും ഒരു വിശ്വാസിക്ക് അത് സാധ്യമാണ്. ക്രിസ്തുവിൻ്റെ ശക്തിക്ക് വിജയിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഈ ലോകത്തിലില്ല. ആത്മീയ ജീവിതം ചില സാഹചര്യത്തിൽ വളരെ എളുപ്പത്തിലും മറ്റു സാഹചര്യത്തിൽ പ്രയാസത്തിലുമാണ് പുരോഗമിക്കുന്നത് എന്ന് പറയുവാൻ കഴിയില്ല. യഥാർത്ഥ ആത്മീയ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഒരു അന്യദേവനെ നമസ്കരിക്കുന്ന ചക്രവർത്തിയുടെ പ്രാഹാരത്തിലും ആത്മീയ ജീവിതം ആസ്വദിപ്പാനും ഫലം പുറപ്പെടുവിപ്പാനും കഴിയും.
കൈസരുടെ അരമനയിൽ വിശുദ്ധന്മാരെ കാണുന്നത് നമ്മെ അതിശയിപ്പിച്ചേക്കാം. എന്നാൽ അവിടെ തന്നെയാണ് വിശുദ്ധന്മാർ ആവശ്യമായിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കാം. ഈ ലോകത്തിൻ്റെ മറ്റൊരു കൈസരുടെ അരമനയിലായിരിക്കാം നാം ആയിരിക്കുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെയും അവൻ്റെ വഴിയെയും മാനിക്കാത്ത ഒരു ഭവനത്തിലായിരുന്നേക്കാം നമ്മളായിരിക്കുന്നത്. അതുമല്ലെങ്കിൽ ദൈവത്തെയും ബൈബിളിനെയും പരിഹസിക്കുന്ന സ്ഥാപനത്തിലായിരിക്കാം നിങ്ങൾ പഠിക്കുന്നത്. അല്ലെങ്കിൽ ക്രിസ്തീയ തത്വങ്ങളെ ബലികഴിക്കുന്ന സ്ഥാപനത്തിലായിരിക്കാം നിങ്ങൾ ജോലി ചെയ്യുന്നത്. അതുമല്ലെങ്കിൽ ക്രൈസ്തവ മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്ന സമൂഹത്തിലായിരിക്കാം നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അങ്ങനെ കൈസരുടെ അരമന പല രൂപത്തിലായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേ ഉള്ളത്. ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കുക. ക്രിസ്തുവിൽ ജ്യോതിസുകളെ പോലെ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ആകുക. തണുത്തിരിക്കുന്നവർക്ക് ചൂടും, ഇടറുന്നവർക്ക് പ്രചോദനവും, ഫലശൂന്യർക്ക് ഫലവും നൽകുക. അങ്ങനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അതൊരു വലിയ സാധ്യതയായി മാറുന്നു. അങ്ങനെ നമുക്ക് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയും. ദൈവിക സഹായത്തിന് വേണ്ടി കർത്താവിൽ ആശ്രയിക്കുക. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ സഹായത്തോടെ കൈസരുടെ അരമനയിലെ വിശുദ്ധർ ആകുവാൻ നമുക്ക് കഴിയും. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന കർത്താവിൻ്റെ വാക്കുകൾ ഈ സന്ദർഭത്തിൽ ശ്രദ്ധേയമാണ്. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ അനേകർക്ക് വെളിച്ചം പകർന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി ജീവിക്കാം. കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടാം. അനേകരെ കർത്താവിന് വേണ്ടി നേടാം. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥ പ്രാർത്ഥനയോടെ എൻ്റെ ഈ ചെറിയ ചിന്തയ്ക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.